ഒരു എമറാൾഡിൻ്റെ ഒരു മോതിരമുണ്ട്. അദ്ദേഹം അത് ഊരി വേറൊരാൾ ഇടാൻ പാടില്ല, ഇത് ആട്ടിൻപാലയിൽ ഇട്ടിട്ട് വേണം ഇടാൻ, അങ്ങനെ കുറേ വിശ്വാസങ്ങളെ പറ്റി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിലൊക്കെ കാര്യമുണ്ട്. എമറോൾഡ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല മനോഹാരിതയുള്ള ദൈവം കല്ലുകളിൽ സൃഷ്ടിച്ചിട്ടുള്ളതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആണ് എമറോൾഡ്. അപ്പോൾ എമറോൾഡ് ധരിച്ചാൽ നമുക്കുണ്ടാകുന്ന ഉയർച്ച ഒരുപാടാണ്. പിന്നെ അതുപോലെ തന്നെ ഭദ്രകാളി ദേവിയെ ഏറ്റവും കൂടുതൽ പ്രീതിപ്പെടുത്തുന്ന ഒരു സ്റ്റോണും കൂടിയാണ് എമറോൾഡ്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ സംഘടനാശേഷി. നവരത്ന മോതിരം വാങ്ങിക്കുക എന്നുള്ളത് വലിയ അച്ചീവ്മെന്റ് ആയിട്ട് കാണുന്ന മനുഷ്യർ പോലും ഉണ്ട്. അതിനെന്തെങ്കിലും വലിയ പ്രത്യേകതയുണ്ടോ? 50 പേരും ധരിക്കുന്ന ദോഷമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് നവരത്ന മോതിരം ധരിക്കരുത് എന്ന് ഞാൻ പറയുന്നത്. അത് പറയാൻ കാരണമുണ്ട്. എന്താണ് AAA+? AAA+ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് മിനറൽസ് ഉണ്ട്. നമ്മളിപ്പോൾ റൂബി ധരിക്കുന്ന ഒരാളുണ്ട്, അതിൻ്റെ അകത്തുള്ള മിനറൽസ് ഉണ്ട്. വ്യാഴമാണെങ്കിൽ അവർ യെല്ലോ സഫയർ ധരിക്കാൻ പറയും. ഓരോ ഗ്രഹങ്ങളിലും ജനിച്ചിപ്പം കന്നിരാശി, വൃശ്ചികരാശി, അതുപോലെ അവരുടെ മാസത്തിന് ആനുപാതികമായിട്ടുള്ള രീതിയിലാണ്. പക്ഷെ എവിടെയും സ്റ്റോണ് ധരിക്കുമ്പോൾ ക്വാളിറ്റിയുള്ള സ്റ്റോണ് കറക്റ്റ്. അബാക് മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് രത്നക്കല്ലുകൾ കൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ശാന്തം റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സ് MD അഭിലാഷ് ബാലകൃഷ്ണനാണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ സാധാരണ രീതിയിൽ ഒരുപാട് പേർ ഡയമണ്ട്സ് വാങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ ജെം സ്റ്റോൺസ് ഒക്കെ വാങ്ങുന്നുണ്ട്. സാധാരണയായി ഈ ജെം സ്റ്റോൺസ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു സാധാരണക്കാരൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഈ ജെം സ്റ്റോൺസ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്ന് ക്വാളിറ്റി. ആ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഒന്ന് സർട്ടിഫൈഡിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നല്ലൊരു ജെമ്മോളജിസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് ക്ലാരിഫൈ ചെയ്ത് ഓക്കെ ആണെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് മേടിക്കാം. മൂന്നാമത്, നമ്മൾ സ്വന്തമായിട്ടൊരു ധാരണയുടെ പുറത്തൊരു സ്റ്റോൺസ് എടുക്കാതിരിക്കുക. കുറച്ച് തിളക്കം കൂടുതലാണെങ്കിലും അതിൻ്റെ ക്വാളിറ്റിയും നാച്ചുറാലിറ്റി എന്ന് പറയുന്ന എപ്പോഴും സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കല്ലുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നവർക്കും. അത് ഈ കല്ലുകളിൽ വിവിധ തരം കല്ലുകളുണ്ട്. അപ്പോൾ ആ ഒരു കല്ലിൻ്റെ ക്വാളിറ്റി ബേസ് എന്ന് പറഞ്ഞാൽ നാച്ചുറാലിറ്റിയാണ്. നാച്ചുറാലിറ്റിയിലാണ് നമ്മൾ ധരിക്കുക എന്നുള്ളത്. ഒരാൾ കല്ല് ധരിക്കുന്നത് തന്നെ അവന് ഗുണം ഉണ്ടാവാനോ അല്ലെങ്കിൽ അവന് എന്തെങ്കിലും പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതിൽ പ്യുവർ നാച്ചുറാലിറ്റിയെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന ഘടകം. അപ്പോൾ അതിൽ നമ്മൾ കബളിപ്പിക്കപ്പെടാതിരിക്കുക എന്നുള്ളത് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ലാബ് സർട്ടിഫൈഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഗവൺമെൻറ് ലാബ് ഉണ്ട്, അല്ലെങ്കിൽ പ്രൈവറ്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ലാബ്സ് ഉണ്ട്. സർട്ടിഫൈഡിൻ്റെ അടിസ്ഥാനത്തിൽ ആ കല്ലുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പോകുന്ന സ്ഥാപനത്തെ ട്രസ്റ്റ് ചെയ്യുക, സ്ഥാപനത്തിൻ്റെ ഒരു ക്രെഡിബിലിറ്റി അന്വേഷിച്ച് പോവുക എന്നുള്ളതാണോ? സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ഇന്ത്യക്കകത്ത് ഏകദേശം ഒരു 1,00,000-ഓളം ഓതറൈസ്ഡ് ആയിട്ടുള്ള ലാബ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ലാബ്സ് ഇരിക്കുന്നത് ഇപ്പം സൂറത്താണ്. സൂറത്ത് ഡയമണ്ട്സിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രമാണ്. ജയ്പൂർ സ്റ്റോൺസുകളുടെ കേന്ദ്രമാണ്. അപ്പം ലാബ്സ് എന്നുള്ള നമ്മളൊരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തല്ലല്ലോ, നമ്മൾ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂ ആണ്. ആ സ്ഥാപനത്തിന് ട്രസ്റ്റ്ഫുൾ ഉണ്ട്. പിന്നെ സ്റ്റോണുകളിൽ സെയിൽ ചെയ്യുന്ന ആൾക്കാർ ഭൂരിഭാഗം പേര് എപ്പോഴും സ്ട്രെസ്സായിട്ട് അതൊരു ദൈവികമായിട്ട് കാണുന്നവരാണ്. അപ്പോൾ അതിലൊരു 100% നമ്മളുടെ വിശ്വാസ്യതയാണ് എല്ലാത്തിനും. ഇപ്പോൾ നമുക്ക് ഗോൾഡ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നു, ഗോൾഡിന് എന്താ ഹോൾമാർക്ക്, HID ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതെന്തുകൊണ്ടാണ്? അത് നമ്മൾ പ്യുവർ ഗോൾഡ്, അതിൻ്റെ അകത്ത് ആൽക്കൈൻ ചേരുമ്പോൾ ആ ഗോൾഡ് കറക്റ്റ് ആനുപാതികമാണോ എന്ന് അറിയാനാണ്. 22 ക്യാരറ്റ് ആണെങ്കിൽ 22 ക്യാരറ്റ് ആണോ എന്ന് ഹോൾമാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മെൻഷൻ ചെയ്ത് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ കടയുടെ സുതാര്യതയില്ല. എവിടെ ഹോൾമാർക്ക് ഉണ്ടോ അതൊരു വിശ്വാസ്യതയും. സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കല്ലുകളെ സംബന്ധിച്ച് ലാബ് സർട്ടിഫിക്കറ്റ് എന്നൊരു വിശ്വാസ്യതയാണ്. ആ സർട്ടിഫിക്കറ്റ് നമ്പർ വെച്ചിട്ട് ആ കല്ലിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഏത് മൈനാണ്. ഒരാൾ നമ്മളെപ്പോഴും ഒരു സെയിലിന്, ഒരു പർച്ചേസിന് വേണ്ടി പോകുമ്പോൾ ഒരു കല്ല് ഏത് മൈനാണെന്ന് ചോദിക്കാനുള്ള മിനിമം ക്യാപ്പബിലിറ്റി, ക്വാളിറ്റി നമ്മളത് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. മൈൻ എന്ന് പറയുമ്പോൾ ഓരോ കല്ലുകൾക്കും ഓരോ രാജ്യങ്ങളുണ്ട്. അപ്പം നമുക്ക് ഈ മൈനുകളെന്ന് പറയുന്ന ഒരു കല്ല് ഏത് മൈനിൽ നിന്ന് കിട്ടുന്നു എന്നറിയണം. അത് ഖനനം ചെയ്ത സ്ഥലം. ഇപ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് റൂബി ആണെങ്കിൽ ഏറ്റവും നല്ല റൂബി കിട്ടുന്നത് ബർമയിലാണ്. അപ്പോൾ അതേ സ്ഥാനത്ത് നമുക്ക് ബേസ് ക്വാളിറ്റി ഉള്ളത് ഇന്ത്യയിലും കിട്ടും. പക്ഷെ ക്വാളിറ്റി ബേസിലും നാച്ചുറാലിറ്റിയിലും ഇൻക്ലൂഷനിലും ഒക്കെ ബർമയിൽ നിന്നുള്ള റൂബിയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത്. നമ്മൾ ഓരോ കല്ലുകൾക്കും അതിൻ്റെ മൈനുണ്ട്, എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളത് ബോധ്യപ്പെടണം. അപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വരണവർക്ക് കൃത്യമായിട്ടൊരു മൈൻ പറയാൻ സാധിക്കില്ല, പേരിന് മാത്രമേ പറയാൻ പറ്റൂ. ഇപ്പം നമുക്കിപ്പോൾ ഏറ്റവും നല്ല കാറ്റ്സൈ കിട്ടുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്താണ്. ഇപ്പോൾ ബ്ലാത്താങ്കര, പൂഴിക്കുന്ന്, അങ്ങനെ ഇപ്പോൾ നമ്മൾ വെഞ്ഞാറുമൂടി ഈ ഭാഗങ്ങളിലൊക്കെയാണ് ഏറ്റവും നല്ല കാറ്റ്സൈ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെ കാരണം ഗവൺമെൻറ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ ലോകത്ത് തന്നെ ഏറ്റവും നല്ല കാറ്റ്സൈ കിട്ടുന്ന സ്ഥലങ്ങളായത്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന കാറ്റ്സൈക്ക് അതിൻ്റെതായുള്ള മാർക്കറ്റ് ഉണ്ട്.
അപ്പോൾ അതിനൊരു ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ കല്ലുകളെക്കുറിച്ച് വ്യക്തമായൊരു ക്വാളിറ്റി, അല്ലെങ്കിൽ ഏത് മൈനാണ്, അത് ഏത് ട്രാൻസ്പെറൻ്റ് ആണ്, ചിലത് സെമി ട്രാൻസ്പെറൻ്റ്. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് പേര് ഈ സെമി ട്രാൻസ്പെറൻറ്റ് കല്ല് കൊടുത്തിട്ട് നാച്ചുറൽ കല്ലാണ്, പക്ഷെ നാച്ചുറൽ ആയിരിക്കും, അതിൽ സെമി ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ ഇതിനെ കൊടുത്തിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്, ഈ അത് നാച്ചുറൽ അല്ലേ, സെമി ട്രാൻസ്പെറൻ്റ് എന്തിനാണ്? സെമി ട്രാൻസ്പെറൻ്റ് എന്ന് പറയുമ്പോൾ പ്രകാശം കല്ലിലേക്ക് പതിക്കുമ്പോഴുണ്ടാകുന്ന ഒരു എനർജിയാണ് നമ്മൾ ഈ ധരിക്കുന്നവർക്കുണ്ടാകുന്ന ഒരു റേഡിയേഷൻ തെറാപ്പിയാണ്. അപ്പോൾ കല്ലുകൾ ഒരു പ്രത്യേകമായിട്ടുള്ള രീതിയിൽ ഭയങ്കരമായി രൂപകൽപ്പന ചെയ്തതെന്നല്ല, അത് പ്രകൃതിയിൽ നിന്ന് ഇൻബിൽറ്റ് ആയിട്ടുണ്ടാവുന്ന, പ്രകൃതിയിൽ കൃത്യമായിട്ടുള്ള രൂപാന്തര ഘടനകൾ, വ്യത്യസ്ത ലെയറുകൾ, ഇങ്ങനെയൊക്കെയുള്ള ആനുപാതികമായിട്ടുള്ള റേഷ്യോയിൽ പ്രകൃതി നമുക്ക് തരുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ധരിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ബേസിലും ഏറ്റവും നല്ല നാച്ചുറാലിറ്റിയിലും ധരിക്കാൻ ശ്രമിക്കുകയാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. അതെ. അപ്പോൾ ഈ കല്ലുകളുടെ വില നിശ്ചയിക്കുന്നതും ഈ പറഞ്ഞ നാച്ചുറാലിറ്റിയുടെ ബേസിസിലാണോ? കല്ലുകളുടെ വില നിശ്ചയിക്കുക എന്ന് പറയുന്നത് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്. കാര്യം ഓരോ കല്ലിനും ഓരോ കാറ്റഗറീസ് ഉണ്ട്. ഒരു ബേസ് കാറ്റഗറി ഉള്ളത്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെമി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കല്ലുകൾക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ക്യാരറ്റ് ഒരു 3000 തൊട്ട് ഒരു 25,000-30,000 വരെയൊക്കെ ഓരോ കല്ലുകൾക്കും ഉണ്ട്. അത് ഏതൊക്കെ, ഇപ്പോൾ യെല്ലോ സഫയർ, ഏറ്റവും നല്ല യെല്ലോ സഫയർ കിട്ടുന്നത് ഇപ്പോൾ സിലോൺ യെല്ലോ സഫയർ ആണെങ്കിൽ ശ്രീലങ്കയിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അതിനൊരു പെർ ക്യാരറ്റിന് 35,000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 3.5 ലക്ഷം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 35 ലക്ഷം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 50 ലക്ഷം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല കാറ്റഗറീസ് ആണ്. അപ്പം നമുക്കിവിടെ കസ്റ്റമേഴ്സിന് എല്ലാ പേർക്കും ഇപ്പോൾ ഒരു 3 ലക്ഷം രൂപയ്ക്ക് 4 ലക്ഷം രൂപയ്ക്ക് ഒന്നും പെർ ക്യാരറ്റ്, അപ്പോൾ ഒരു 5 ക്യാരറ്റ് ധരിക്കുന്നവരാണെങ്കിൽ 15 ലക്ഷം രൂപയായി. അപ്പം അങ്ങനെ ധരിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അതിൽ ഒരു കാറ്റഗറൈസ്ഡ് ഉണ്ട്. എന്താണ് AAA+? AAA+ എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി ലക്ഷറിയസ് ആയിട്ടുള്ള സ്റ്റോൺസുകളാണ്. ബേസ് ക്വാളിറ്റി എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ളതാണ്. ഇപ്പം നമ്മൾ ഈ ജ്യോത്സ്യന്മാരൊക്കെ പറയുന്ന പോലെ ഒരു 2 ക്യാരറ്റ് നിങ്ങൾ അവിടെ ധരിക്കൂ, 2 ക്യാരറ്റ് ഇവിടെ ധരിക്കൂ, 3.5 ക്യാരറ്റ് അപ്പുറത്ത് ധരിക്കൂ. ഇതൊന്നുമല്ല കല്ലുകളുടെ റിയാലിറ്റി. നമ്മളെ ശരീരത്തിൻ്റെ ഭാരം, നമ്മുടെ ശരീരത്തിൻ്റെ ഭാരത്തിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നമുക്ക് എന്താണ് ഒരു റേഡിയേഷൻ ഉണ്ടാവുക. ഇപ്പോൾ ഓരോ കല്ലുകൾക്കും അതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്ത് മിനറൽസ് ഉണ്ട്. നമ്മളിപ്പോൾ റൂബി ധരിക്കുന്ന ഒരാളുണ്ട്, അതിനകത്തുള്ള മിനറൽസ് ഉണ്ട്. അതിൽ ഇത്ര ഫോർമേഷനിലുള്ള, നമ്മൾ പീരിയോഡിക് ടേബിളിലൊക്കെ പഠിക്കും പോലെ ഇത്ര ഫോർമേഷനുള്ള മിനറൽസ് ഉണ്ട്. ഈ മിനറൽസാണ് പ്രകാശമായിട്ട് ഇതാകുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് നാച്ചുറലായിട്ട് നമുക്ക് ധരിക്കാൻ പറ്റുന്ന കല്ലുകളെ ധരിക്കാവൂ. ആ പോയിന്റിലേക്കാണ് ഇപ്പൊ നമ്മളൊക്കെ സാധാരണക്കാരൊക്കെ ഒരു കടയിൽ പോയാൽ ഇപ്പൊ റൂബി കാണാൻ നല്ല രസമുണ്ട്, അല്ലെങ്കിൽ എമറാൾഡ് കാണാൻ രസമുണ്ട്, ഇതങ്ങിടാം എന്ന് വിചാരിക്കാറുണ്ട്. അങ്ങനെയാണോ അത് ധരിക്കേണ്ട, അല്ലെങ്കിൽ ഒരാൾ ധരിക്കേണ്ട ഇന്ന കല്ല് എന്നുള്ളതുണ്ടോ? അത് നമുക്ക് നമ്മുടെ ഒരു ട്രഡീഷൻ, നമ്മളിപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഞാൻ മൊത്തത്തിലെടുക്കുകയാണ്. അപ്പോൾ അവിടെ മഹർഷിമാർ പകർന്നു തന്ന വിശ്വാസങ്ങൾ ഒരുപാടുണ്ട്, പല തരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. ഈ വിശ്വാസങ്ങളിൽ ഊന്നിയിട്ടാണ് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് ഈ സ്റ്റോൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല, ഓൾ ഓവർ ദ വേൾഡ് ധരിക്കുന്നതുണ്ട്. അപ്പോൾ ഇവിടെ ഗ്രഹത്തിൻ്റെ ഗ്രഹം, ഇപ്പം ഞാൻ ജ്യോത്സ്യനല്ല എന്നാലും പറയുകയാണ്, ഇപ്പോൾ യെല്ലോ സഫയർ ധരിക്കുക എന്ന് പറഞ്ഞാൽ വ്യാഴം മൗഢ്യത്തിൽ നിൽക്കുമ്പോഴാണ് യെല്ലോ സഫയറിന്, നമുക്ക് ഏത് ഗ്രഹമാണോ ഒരു മൗഢ്യ സ്ഥാനത്ത് നിൽക്കുന്നത് അതിനെ ബൂസ്റ്റപ്പ് ചെയ്യാനാണ് നമ്മൾ പൊതുവിൽ ആസ്ട്രോളജി പ്രകാരം ഇവിടെ സ്റ്റോണുകൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് കൊടുക്കുമ്പോൾ അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടാവും. നേരെ ഞാൻ അമേരിക്കയിലേക്ക് നോക്കുമ്പോൾ അവർ മാസത്തിന് ആനുപാതികമായിട്ടുള്ള ബർത്ത് സ്റ്റോൺ, അതായത് ജാനുവരിയിൽ ഒരു സ്റ്റോൺ ഉണ്ടാവും, ഫെബ്രുവരിയിൽ ഒരു സ്റ്റോൺ ഉണ്ടാവും, ഫെബ്രുവരിയിൽ ജനിച്ചവർക്കൊരു സ്റ്റോൺ, മാർച്ചിൽ ജനിച്ചവർക്കൊരു സ്റ്റോൺ. അപ്പോൾ എന്താണ് ഇതിൻ്റെ വ്യത്യാസം വരിക എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഒരാൾ ജനിക്കുമ്പോൾ അവരുടെ ടൈമിന് ആനുപാതികമായിട്ട് ഇവിടെയും നമ്മൾ ജനിക്കുന്ന ടൈമുണ്ട്. ഈ ടൈമിലാണ് നമ്മുടെ ഗ്രഹനില നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ ഗ്രഹനില എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് വിശാലമായിട്ട് നമ്മൾ ജനിച്ച സമയം, നമ്മൾ ജനിച്ച ഡേറ്റ്, നമ്മുടെ നിറം ഏതാണ്, നമുക്ക് ധരിക്കേണ്ട സ്റ്റോൺ ഏതാണ്, ഇങ്ങനെയൊക്കെ കുറച്ചും കൂടി വിശാലമായിട്ടുണ്ട്. മറ്റൊന്നെന്ന് പറയുമ്പോൾ ജാനുവരി മാസം അവിടെയും ശുക്രൻ വരുന്നുണ്ട്, വ്യാഴം വരുന്നുണ്ട്, സാറ്റേൺ വരുന്നുണ്ട്, സ്കോർപ്പിയോ വരുന്നുണ്ട്, ഇങ്ങനെയുള്ള എല്ലാം വരുന്നുണ്ട് അവിടെ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് അവരവിടെ നിന്ന് ചെയ്യും. ഇപ്പം ശനി ജനിച്ച ഒരാളാണ്, അവർ ബ്ലൂ സഫയർ. അതേ സമയത്ത് വ്യാഴമാണെങ്കിൽ അവർ യെല്ലോ സഫയർ ധരിക്കാൻ പറയും. ഓരോ ഗ്രഹങ്ങളിലും ജനിച്ച്, ഇപ്പം കന്നിരാശി, വൃശ്ചികരാശി, അതുപോലെ അവരെ മാസത്തിന് ആനുപാതികമായിട്ടുള്ള രീതിയിലുണ്ട്. പക്ഷെ എവിടെയും സ്റ്റോൺ ധരിക്കുമ്പോൾ ക്വാളിറ്റിയുള്ള സ്റ്റോണ് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ സ്റ്റോൺ ധരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവും. വിശ്വാസമാണ് എല്ലാം.
അതെ. അപ്പോൾ ഈ ധരിക്കുന്ന രീതികളുണ്ടല്ലോ. ഇപ്പോൾ എനിക്ക് അറിയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു എമറാൾഡിന്റെ ഒരു മോതിരമുണ്ട്. അദ്ദേഹം അത് ഊരി വേറൊരാൾ ഇടാൻ പാടില്ല, ഇത് ആട്ടിൻപാലയിൽ ഇട്ടിട്ട് വേണം ഇടാൻ, അങ്ങനെ കുറേ വിശ്വാസങ്ങളെ പറ്റി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിലൊക്കെ കാര്യമുണ്ടോ? അതിലൊന്നും യാതൊരു കാര്യമില്ല. ഇപ്പം കല്ലുകളെന്ന് പറയുന്നത് പൊതുവിൽ നമുക്ക് എല്ലായിടത്തും കല്ലുകൾ ലഭ്യമാണ്. ഇപ്പം നമ്മൾ ഇരിക്കുന്നിടത്ത് നോക്കിയാലും കുറച്ച് കല്ലുകളാണ്. അപ്പോൾ ഈ കല്ലുകളൊക്കെ നമുക്കിപ്പോൾ ഒരു എമറോൾഡ് ഇപ്പോൾ എമറോൾഡ് തന്നെ ഞാൻ പറയാം. എമറോൾഡ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല മനോഹാരിതയുള്ള ദൈവം കല്ലുകളിൽ സൃഷ്ടിച്ചിട്ടുള്ളതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആണ് എമറോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഈ ബെർലിൻ എമറോൾഡാണ് ഏറ്റവും നല്ല എമറോൾഡ്. ഏറ്റവും AAA+ ക്വാളിറ്റിയിൽ വരുന്നതെല്ലാം ബെർലിൻ എമറോൾഡാണ്. അപ്പോൾ ഈ എമറോൾഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസപ്രകാരം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാവാനും, ഇപ്പം ബിസിനസ് പരമായിട്ട് ഓരോ രാശിക്കാർക്ക് ഓരോ സമയമുണ്ടല്ലോ, അതനുസരിച്ച് ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാക്കാനും ഒക്കെ എമറോൾഡ് ധരിക്കുന്നത് ഉത്തമമാണ് എന്നുള്ള രീതിയിലാണ് വിശ്വാസം. അപ്പോൾ എമറോൾഡ് ധരിച്ചാൽ നമുക്കുണ്ടാവുന്ന ഉയർച്ച ഒരുപാടാണ്. പിന്നെ അതുപോലെ തന്നെ എമറോൾഡ് എന്ന് പറയുന്നത് ഭദ്രകാളി ദേവിയെ ഏറ്റവും കൂടുതൽ പ്രീതിപ്പെടുത്തുന്ന ഒരു സ്റ്റോണും കൂടിയാണ് എമറോൾഡ്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ സംഘടനാശേഷി, നമ്മളുടെ ജീവിതത്തിലുള്ള ഉയർച്ച, ബിസിനസ്സിലുള്ളൊരു അഭിവൃദ്ധി, ഇതൊക്കെ എമറോൾഡ് ധരിക്കാൻ സാധിക്കുന്നവർക്ക് ഇപ്പം ജാതകവശാൽ എമറോൾഡാണ് ധരിക്കേണ്ടതെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ നല്ലതാണ്. അങ്ങനെയാണ് എമറോൾഡിനെ കുറിച്ച് കാണുന്നത്. പക്ഷേ ഇതിന് ആട്ടുംപാലിൽ ഇടേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. അത് ഓരോരുത്തരുടെയും വിശ്വാസമാണ്. ഇപ്പം നമുക്കിപ്പോൾ ഒരു സ്റ്റോൺ മേടിച്ചിട്ട് ചിലർ പോയിട്ട് ആട്ടുംപാലിട്ടാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവരെ വിശ്വാസം ആട്ടുംപാലിട്ടിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, നമ്മളായിട്ട് മാറ്റാൻ പോകണ്ട. അതെ. ഇനി ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമാണ് നവരത്ന മോതിരം. നവരത്ന മോതിരം ഇടുന്നത് വലിയ, അപ്പോൾ അത് നവരത്ന മോതിരം വാങ്ങിക്കുക എന്നുള്ളത് വലിയ അച്ചീവ്മെന്റ് ആയിട്ട് കാണുന്ന മനുഷ്യർ പോലും ഉണ്ട്. അതിനെന്തെങ്കിലും വലിയ പ്രത്യേകതയുണ്ടോ? നവരത്ന മോതിരം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും, ഞാൻ കഴിഞ്ഞൊരു 2-3 വീഡിയോസൊക്കെ ചെയ്തപ്പോൾ നവരത്ന മോതിരം എൻ്റെ അഭിപ്രായമാണ്. നമ്മളെല്ലാ പേരും വ്യക്തികളാണ്, ഇന്ത്യൻ സിറ്റിസണാണ്. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങളിൽ നമ്മൾ ഉറച്ചു തന്നെയാണ് ഓരോ കാര്യങ്ങളും പറയുക. അപ്പോൾ എൻ്റെ അനുഭവവും ഞാൻ മനസ്സിലാക്കിയ പാഠവും വെച്ച് നവരത്ന മോതിരം ധരിക്കുന്നത്, എന്നെ കാണാൻ വരുന്ന ആൾക്കാരിൽ 100 പേരെടുത്തു കഴിഞ്ഞാൽ അതിലൊരു 50 പേരും ധരിക്കുന്ന ദോഷമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് നവരത്ന മോതിരം ധരിക്കരുത് എന്ന് ഞാൻ പറയുന്നത്. അത് പറയാൻ കാരണമുണ്ട്. നമുക്ക് ഈ നവരത്ന മോതിരം എന്ന് പറയുന്ന ഒരു ബിസിനസ് ശൃംഖലയാണ്. അപ്പോൾ ആ ബിസിനസ്സിനെ കോട്ടം തട്ടിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും ശ്രമിക്കുന്നില്ല. പക്ഷേ ആവശ്യമുള്ള ഒരു ആവശ്യക്കാരനായിട്ട് വരുന്ന ഒരാൾ അത് വാങ്ങിച്ച് ധരിക്കുമ്പോൾ എന്ത് ഗുണം ഉണ്ടാവുമെന്ന്, അൺസ്റ്റെബിലിറ്റി എപ്പോഴും ഫീൽ ചെയ്യുമവർക്ക്. ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. ഇന്നൊരു ഗുണമുണ്ടെങ്കിൽ പെട്ടെന്ന് അടുത്ത സുപ്രഭാതത്തിൽ ദോഷം വരുന്നു എന്നുള്ള ഒരിതുണ്ട്. അതും നവരത്ന മോതിരം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ പറയുന്നത് നാച്ചുറൽ സ്റ്റോണുകളാണ്. ഈ സിന്തറ്റിക്കൊക്കെ കൊണ്ടുവച്ചിട്ട് നവരത്ന മോതിരം ധരിക്കുന്നവർക്ക് ആവശ്യത്തിലധികം വാങ്ങിച്ച് ധരിക്കാം, ഒരു കുഴപ്പമില്ല. 10 വിരലിട്ടാലും കുഴപ്പമില്ല. ഞാൻ നാച്ചുറാലിറ്റുള്ള രീതിയിൽ 9 ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നവരത്ന മോതിരം നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ 9 ഗ്രഹങ്ങളും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഗുണപ്രദമായിട്ട് നിന്നാൽ ഒന്നേ അയാൾ ബുദ്ധനായിരിക്കും. അപ്പം അങ്ങനെ നിൽക്കാനുള്ള ചാൻസ് ഇല്ല. നമ്മൾ ഈ കാലം ഈ ഭൂമിയിൽ ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കയറ്റവും ഇറക്കവും ഒക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് ഒരു മനുഷ്യ ജീവിതം അവസാനിക്കുക. അതിലൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് നമുക്കൊരു പെട്ടെന്ന് ഇങ്ങനെ എപ്പോഴും സന്തോഷമായിട്ട് സ്റ്റെബിലിറ്റി ആയിട്ട് നിൽക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും സാധിക്കും? ഒരിക്കലും ഇല്ല. അപ്പം നമ്മൾ കുറച്ച് ഇറക്കം ഉണ്ടെങ്കിൽ കുറച്ച് കയറ്റമുണ്ട്, അതാണ് ജീവിതം. അതെല്ലാ മനുഷ്യർക്കും അങ്ങനെയാണ്. അപ്പോൾ ഈ നവരത്ന മോതിരം ധരിക്കുന്നതിൻ്റെ ഒരു പോസിറ്റീവ് വശം എന്താണ്?